ടെൻഷനൊന്നുമില്ല, കുറച്ച് വേണ്ട നമ്മളെ പ്ലേറ്റ്, ഫ്ലാസ്ക് കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാമല്ലോ. ടോപ്പിൽ പിന്നെ എന്ത് വേണം ഇടാന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു ടീഷർട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഹേ ഗൈസ്, വെൽക്കം ടു ഡി വ്ലോഗ്സ്. Blue skies, summer nights, chasing dreams and catching flights. Music out, take a drive. By the sea, VIP, drinking smoothies on the beach. Take a sip for the. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 19-നാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. പെട്ടിയൊക്കെ നമ്മൾ കുറേ മുമ്പേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ഫയൽ. എല്ലാ റെക്കോർഡ്സും ഉൾപ്പെട്ടിട്ടുള്ള ഫയലാണ്. ഇതിൽ എല്ലാം ഉണ്ട്, നമ്മുടെ ഫസ്റ്റ് മന്ത് തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഫസ്റ്റ് ഒന്ന് എടുത്തു വയ്ക്കുക. ഇനി പെട്ടിയിൽ എന്തൊക്കെയല്ല എന്ന് കാണിച്ചു തരാം. ഇതിൽ ഡ്രസ്സുകളാണ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. ഡ്രസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ ഞങ്ങൾ 3 പേരുടെ, എൻ്റെ ചേച്ചീൻ്റെയും അമ്മേൻ്റെയും ഡ്രസ്സാണ് ഇതിലെടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ചേച്ചീൻ്റെ നൈറ്റിയാണ്. ഇതിൽ 3 ഫുൾ ഓപ്പൺ ഉള്ള നൈറ്റിയാണ് കേട്ടോ. ഇതുപോലെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ള നൈറ്റിയാണ് 3 ഉള്ളത്. പിന്നെ 1 സാധാരണ എടുത്തിട്ടുണ്ട്. ഇത് 3 ഫുൾ ഓപ്പൺ ഉള്ള നൈറ്റി. ഇത് സാധാ നൈറ്റിയാണ്. ഇതുപോലെ 4 ജോഡി നൈറ്റി എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഡ്രസ്സാണ്. ഞാനൊരു 4 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അമ്മേൻ്റെ ആണ്. അമ്മയ്ക്കും 4 ജോഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അണ്ടർസ്കേർട്ടാണ്. അതിങ്ങനെ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതും അതുപോലെ ഇന്നേഴ്സും സാനിറ്ററി പാഡുമാണ്. ഇതും ഇതുപോലൊരു കവറിലാക്കി വെച്ചതാണ്. ഇനി ഈ സൈഡിലുള്ളത് കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് തോർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. 3 തോർത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ 3 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം പോലെ എടുക്കാം. ഞങ്ങളിപ്പോൾ 3 ബെഡ്ഷീറ്റും 3 തോർത്തുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഡെലിവറിക്ക് വെള്ള ഡ്രസ്സ് ഇടണം. അത് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അവിടെ മുണ്ടും ടോപ്പിൽ പിന്നെ എന്ത് വേണം ഇടാന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഒരു ടീഷർട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ടീഷർട്ടും പിന്നെ മുണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 മുണ്ടും എടുത്തിട്ടുണ്ട്. ഇത് മല്ലുമുണ്ടാണ് വേണ്ടത്. അപ്പോൾ ടോപ്പിലിടാൻ ടീഷർട്ടും 2 മല്ലുമുണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ള തുണി കുഞ്ഞു പീസാക്കി എടുത്തിട്ടുണ്ട്, കുഞ്ഞാൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അല്ലാണ്ട് എന്തെങ്കിലും യൂസിനൊക്കെ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ചോദിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് തുണികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പെട്ടിയിലുള്ളത്. തുണികളും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ.
അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുവാവയ്ക്കുള്ള ഒന്നും ഞങ്ങളിപ്പോൾ വാങ്ങിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, ആരും അതിന് സപ്പോർട്ടല്ല. ഞങ്ങൾക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും പറഞ്ഞു അങ്ങനെ വാവ ഉണ്ടാവുന്നതിന് മുന്നേ വാങ്ങി വെക്കരുതെന്ന്. അതുകൊണ്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ വാവയ്ക്കുള്ളതൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അതിന് മുമ്പ് കുറേ ഡ്രസ്സ് ഇതൊക്കെ ഇങ്ങനെ നോക്കി വെക്കുന്നല്ലാണ്ട് ഒന്നും വാങ്ങാൻ ആരും സമ്മതിച്ചില്ല. അതുകൊണ്ട് കുഞ്ഞുവാവയ്ക്ക് ഇപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതൊക്കെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ മാത്രം ഡ്രസ്സുകളും അത്യാവശ്യം വേണ്ട കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഞങ്ങൾ ഇതിനകത്താണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പം ഇതിലെന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരാം. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കൊട്ട വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലേക്ക് വേണ്ട നമ്മളെ പ്ലേറ്റ്, ഹോസ്പിറ്റലിലേക്ക് വേണ്ട ഫ്ലാസ്ക്, പ്ലേറ്റ്, ഗ്ലാസ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് നമുക്ക് ഹോസ്പിറ്റൽ യൂസ് ഇപ്പം അങ്ങോട്ട് എടുക്കേണ്ടത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനും എടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണല്ലോ. അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. രണ്ട് ഫ്ലാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടുവെള്ളമൊക്കെ ആക്കി പെട്ടെന്ന് എന്തെങ്കിലും കാപ്പിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ ഇതിന്ന് വെള്ളം എടുത്ത് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ഫ്ലാസ്ക് ഉണ്ട്. ഇതൊരു ചെറിയ ഫ്ലാസ്കാണ്. രണ്ടിലും ചൂടുവെള്ളം ആക്കി വെക്കാം. പിന്നെ ഇങ്ങനൊരു തൂക്കുപാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫുഡൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ള ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ. പിന്നെ 2 ഗ്ലാസ്, വെള്ളം കുടിക്കാൻ വേണ്ടി 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണല്ലോ, എല്ലാവരും എടുക്കുന്നതാണല്ലോ. പിന്നെ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൂണ് നമുക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൂൺ എടുത്തിട്ടുണ്ട്. വലിയ സ്പൂണും ചെറിയ സ്പൂണും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ബക്കുള്ള പ്ലേറ്റാണ് എടുത്തുള്ളത്. കഞ്ഞിയൊക്കെ കുടിക്കണമെങ്കിൽ ഇങ്ങനത്തതാണല്ലോ സൗകര്യം. അപ്പോൾ പിന്നെ ഒരു കുഞ്ഞ് കത്തി എടുത്തിട്ടുണ്ട്. ഇത് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചാൽ കട്ട് ചെയ്ത് കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്, ആവശ്യത്തിന് എടുത്താണ് കത്തി. പിന്നെ ഒരു ബോട്ടിൽ ഡെറ്റോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് തുണികളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ബാത്റൂമിലൊക്കെ പോകുമ്പം എടുക്കാമല്ലോ. ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ബാത്റൂമിൻ്റെ ഒക്കെ അവസ്ഥ എന്ന്. അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഡെറ്റോൾ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമുക്ക് കാപ്പി ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കണമെങ്കിൽ പഞ്ചസാര വേണമല്ലോ. പഞ്ചസാരയും കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട്. ചായപ്പൊടി ഒന്നുമില്ല, കാപ്പിപ്പൊടിയും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചായ വേണ്ടവർക്ക് ചായപ്പൊടി എടുക്കാം. അങ്ങനെ ഞങ്ങളിപ്പോൾ കാപ്പിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിക്കാമല്ലോ. ഇത് സോപ്പ് പൊടിയാണ്. തുണിയൊക്കെ തിരുമാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് സോപ്പ് പൊടി. പിന്നെ 2 സോപ്പ് എടുത്തിട്ടുണ്ട്. 2 സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്നാലും നമ്മൾ വെറുതെ എടുത്താണ്. ഒന്ന് ഡെറ്റോളിൻ്റെ ആണ്, ഒന്ന് സിന്തോളിൻ്റെ ആണ് സോപ്പ്. 2 സോപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ബ്രഷ് ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം യൂസ് ചെയ്യുന്ന തന്നെയാണ് എടുക്കാൻ വിചാരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നൊക്കെ യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് അത് വേണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാമല്ലോ. പുതിയത് വാങ്ങിച്ചിട്ട് അവിടെ കളയുന്നതിലും നല്ലത് ഇപ്പോൾ ഉള്ളത് യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പുതിയത് വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ട് ബ്രഷ് ഞങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്ന തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പം എടുത്ത് വെച്ചിട്ടില്ല.
എന്നിട്ട് പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലോ. ഇത് സോപ്പ് വെട്ടിയാണ് കേട്ടോ. സോപ്പ് ഇട്ട് വയ്ക്കാം, അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു സോപ്പ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇത് പാത്രം കഴുകുന്ന ഒന്ന് എടുത്ത് വെച്ചതാണ്. നമുക്ക് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റും അങ്ങനത്തെ ഗ്ലാസ്സും ഒക്കെ കഴുകാൻ വേണ്ടി യൂസ് ചെയ്യാമല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം പോലെ ഇഷ്ടം പോലെ എടുത്താൽ മതി. ഞങ്ങളിതൊക്കെ ഒന്ന് കരുതി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ സാധനങ്ങൾ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാമല്ലോ. ഹോസ്പിറ്റൽ ടൗണിൽ തന്നെയാണ്, അപ്പോൾ പെട്ടെന്ന് പോയി വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ടൗണിൽ തന്നെ ആയതുകൊണ്ട് അടുത്ത് തന്നെ ഇഷ്ടം പോലെ എന്തിൻ്റെ ആണെങ്കിലും എല്ലാ ഷോപ്പും കാര്യങ്ങളും അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പെട്ടെന്ന് പോയി വാങ്ങിക്കാം. പിന്നെ അതുപോലെ ഒരു പുല്ലുവായ എടുത്ത് വെക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാൽ എടുക്കാമല്ലോ, അങ്ങനെ വിചാരിച്ച് ഒന്ന് കരുതി വെച്ചതാണ്. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ കുഞ്ഞാൻ്റെ നമുക്ക് അന്ന് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ഡെലിവറി കഴിഞ്ഞിട്ട്. അല്ലാണ്ട് വാങ്ങിക്കാൻ ആരും സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മേക്കപ്പ് സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒന്നുമല്ല, സാധാരണ കൺമഷി, മോയ്സ്ചറൈസർ അങ്ങനത്തെ ഒക്കെയാണ്, അല്ലാണ്ട് മേക്കപ്പ് സാധനങ്ങളൊന്നുമല്ല. അപ്പോൾ അത്യാവശ്യത്തിന് വേണ്ടി പൗഡർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ പിന്ന്, മുടിക്കുടക്ക്, നമുക്ക് വേണ്ട ക്ലിപ്പ്, ഹെയർ ബാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ നമ്മൾ ഫോണിൻ്റെ ചാർജർ, പിന്നെ ഹെഡ്സെറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറക്കാതെ എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ, ഇപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക. 19-നാണ് അഡ്മിറ്റ് ആവാൻ പോകേണ്ടത്. ബേബിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ടെൻഷനൊന്നുമില്ല, കുറച്ച് പിന്നെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ ഇപ്പോൾ ഫുള്ള് ഇതൊക്കെ നടത്തവും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.